This is SMB, ഒരു ഡോണറ്റ് SMB ലൈക്ക് സെർവർ മെയ്ഡ് ഫോർ മൈൻക്രാഫ്റ്റ് പീപ്പിൾ ഇൻ കേരള. ഓൾസോ ഇതാണ് ഞാൻ വിത്ത് സീറോ മണി. അടുത്ത കുറച്ച് ദിവസത്തേക്ക് ഞാൻ എനിക്ക് വേണ്ടി 3 ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു അൾട്ടിമേറ്റ് സർവൈവൽ ബേസ് സെറ്റ് ചെയ്യുക, ഒരു ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യുക, പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ റിച്ച് ആവുക. സോ അടുത്ത ദിവസങ്ങളിൽ എനിക്കിതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് കണ്ടറിയാം. സോ ഡേ 1 എനിക്ക് SMB സ്പോണായി. അന്നേരം എൻ്റെ കയ്യിൽ $0 ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ RTP അടിച്ചു. അന്നേരം സ്പോൺ ആയതാണെങ്കിലോ ഡെസേർട്ട് ബയോമില്. എന്നിട്ട് ഞാൻ വീണ്ടും RTP അടിച്ചു. എന്നിട്ട് ഏതോ ഒരുത്തൻ്റെ ബേസിന്റെ സൈഡിൽ സ്പോണായി. അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഏതോ പ്ലെയർ മരിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അവന് ലൂട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചെടുത്ത് വിറ്റ് നോക്കി. അന്നേരം എനിക്ക് $650 കിട്ടി. എന്നിട്ട് ഞാൻ കുറച്ച് വുഡ് കളക്ട് ചെയ്യാൻ പോയി. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചുകൂടി സാൻഡ് കളക്ട് ചെയ്യാൻ പോയി. അന്നേരം അതും കൂടെ സെല് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് $850 ആയിരുന്നു. നമ്മൾ പിന്നെയും പ്രോഗ്രസ് ഒക്കെ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ RTP അടിച്ചു. എന്നിട്ട് സ്പോൺ ആയത് ബ്രീച്ച് വുഡിൻ്റെ ഒക്കെ നടുവിൽ. അതുകൊണ്ട് ഞാൻ കുറേ വുഡ് കളക്ട് ചെയ്തു. എന്നിട്ട് അത് സെല് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കി. പിന്നെ അത് ബോറടിച്ചപ്പോൾ പിന്നെ RTP അടിച്ചു. അന്നേരം സ്പോൺ ആയത് ഡാർക്ക് ഓക്കിൻ്റെ ഫോറസ്റ്റ്. പിന്നെ ഇതേപോലെ തന്നെ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. RTP അടിക്കുക, സ്പോൺ ആവുക, വുഡ് കളക്ട് ചെയ്യുക, സെല് ചെയ്യുക. എന്നിട്ട് ഞാൻ കുറച്ച് AFK നിൽക്കാന്ന് വിചാരിച്ചു. കാരണം ഷാർട്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആമത്തേസ് പിക്കാക്സ് കിട്ടും. അത് വെച്ച് ബേസ് ഒക്കെ റെഡി ചെയ്യാൻ പോകാൻ പറ്റും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് മൈനിങ്ങിന് പോയി. അന്നേരമാണ് ശ്രദ്ധിച്ചത് നമുക്ക് ഓർഡേഴ്സ് ഒന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലോണം പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൈനിങ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞാൻ ഡീപ് സൈറ്റ് ലെവൽ വരെ എത്തി. പക്ഷെ അവിടെ ഡയമണ്ട് ഒന്നും കിട്ടിയില്ല, കുറച്ച് മോബ്സ് അല്ലാണ്ട്. അങ്ങനെ ഡേ 1 അവിടെ കഴിഞ്ഞു. ഡേ 2ലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഇവിടെ വരെ എത്തി സ്ഥിതിക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ? എന്താണ് ഗൈസ്, കിഡ്നി ഡൊണേറ്റ് ചെയ്യാനൊന്നും അല്ലല്ലോ പറയുന്നത്. പ്ലീസ് ഒന്ന് ചെയ്തൂടെ, പ്ലീസ് 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 പ്ലീസ്. ഡേ 2 ഞാൻ SMB കയറിയപ്പോൾ തന്നെ എനിക്കൊരു ടീം സെറ്റായി. എൻ്റെ ആ ടീമിൻ്റെ പേരാണ് കാട്ടാക്കട ടീംസ്. ഇതിൽ മെയിനായിട്ട് ഞാൻ 2 പേരെ മെറ്റ് ചെയ്തു. അവരാണ് പോപ്പിയും പിന്നെ നീരഞ്ച് ബ്രോയും. ഇവർ 2 പേരും നല്ല നൈസ് ആയിരുന്നു. ഇവർ 2 എനിക്ക് നല്ല റിസോഴ്സ് തന്നു, ഡയമണ്ട്സ് തന്നു, പിന്നെ ഫുഡ് തന്നു. അങ്ങനെ പല കാര്യം തന്നു എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ അവരുടെ ബേസിൽ തന്നെ ഫാംസ് ഒക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ അവരും കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏരിയ ക്ലിയർ ചെയ്യാൻ തുടങ്ങി. അന്നേരം നീരഞ്ച് ബ്രോ പറഞ്ഞു ടീമേറ്റ്സിനൊക്കെ ഡാമേജ് കൊള്ളുമെന്ന്. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചാടി നോക്കിയായിരുന്നു. അങ്ങനെ ഞാൻ ബാമ്പു ഫാം ഉണ്ടാക്കാനായിരുന്നു വിചാരിച്ചത്. അപ്പോൾ അതിന് കുറേ റിസോഴ്സ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ മൈനിങ്ങിനൊക്കെ പോയിട്ട് കുറേ റിസോഴ്സ് ഒപ്പിച്ചു. എന്നിട്ട് ഞാൻ നേരെ ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഫാം ഉണ്ടാക്കിയതിനു ശേഷം ഡേ 2 അങ്ങനെ കംപ്ലീറ്റ് ആയി. ഡേ 3 ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് നീരഞ്ച് ബ്രോനെ ഞാൻ വിളിച്ചു വരുത്തി. എന്നിട്ട് ഞാൻ എൻ്റെ ഫാം കാണിച്ചു കൊടുത്തു. അന്നേരം നീരഞ്ച് ബ്രോ പറഞ്ഞു കൊള്ളാം, തരക്കേടില്ല. അപ്പോൾ ഞാനും പറഞ്ഞു തരക്കേടില്ല, കൊള്ളാം. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പ്ലേയേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ പോയി, കുറച്ച് ഷാർട്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഇറ്റ്സെനോ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ നമ്മൾ ടീപ്പ് ചെയ്ത് ഇവിടെ വരുത്തിച്ചു. കാണുമ്പോൾ അവനൊരു നൂബായിരുന്നു. ഇനി ഞങ്ങൾക്ക് എന്തോ കൊല്ലാൻ തോന്നിയില്ല. പക്ഷെ അവൻ്റെ ഒരു ടോട്ടം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി. അപ്പോൾ അവനെ കില്ല് ചെയ്തപ്പോഴാണ് അവൻ്റെ ഓൾറെഡി വേറെ ടോട്ടംസ് ഉണ്ടായിരുന്നു എന്ന് അവൻ പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് മനസ്സിലായി. അപ്പം നമ്മൾ ടീം വേണമെന്ന് പറഞ്ഞു, ടീം കിട്ടി. ബേസ് വേണമെന്ന് പറഞ്ഞു, അതും കിട്ടി. നമ്മൾ റിച്ച് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടീമേറ്റ്സിൻ്റെ സഹായത്തോടെ നമ്മൾ 1K ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് കിഫി SMB ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് IP ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബെഡ്റോക്ക് ആൻഡ് ജാവ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓൾസോ ഞങ്ങൾ ടീമിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റെ ഡിസ്കോഡിൽ വന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓൾസോ നിങ്ങൾക്ക് കിഫി SMB പാർട്ട് 2 വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കണ്ട.